പുറത്തു പോയി വന്ന് റൂമിൽ കയറി ഫാനിട്ട് കിടന്നപ്പോൾ ഫോൺ ശബ്ദമുഴക്കി. എടുത്തു നോക്കിയപ്പോൾ മീനുവിൻ്റെ മെസ്സേജാണ്. ഞാൻ കിടന്നുകൊണ്ട് ചാറ്റ് വായിച്ചു. മീനു ആണ് എൻ്റെ പ്രിയ സഖി. വിഷ്ണു, ഇന്ന് ഒരു കാര്യം നടന്നു. ഞാൻ സ്വാഭാവികമായി റിപ്ലൈ ചെയ്തു. എന്തു പറ്റി? അത് ഞാൻ ആതിരയുടെ ബുക്ക് വാങ്ങാൻ പോയതായിരുന്നു. ഞാൻ ചെന്നപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുമായിരുന്നു. മനു എന്തോ ദേഷ്യത്തിലായിരുന്നു. ഞാൻ ആതിരയോട് നോട്ട് എഴുതാൻ കെമിസ്ട്രി ബുക്ക് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ മനുത്തേണ്ടി അവളുടെ ഒരു കെമിസ്ട്രി ബോഡി എന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞു. എനിക്ക് ദേഷ്യമാണ് വരേണ്ടതെങ്കിലും എൻ്റെ ചിന്ത മാറിപ്പോയി. ഈയിടെയായി പല വീഡിയോയും കണ്ടും എനിക്ക് താല്പര്യം വന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ കണ്ട വീഡിയോകൾ എൻ്റെ ചിന്തയിലൂടെ കടന്നുപോയി. അതൊക്കെ കേട്ട് എനിക്കെന്തോ ആകാംക്ഷ തോന്നി. ഞാൻ സൗമ്യമായി ചോദിച്ചു, അല്ല, അവൻ നിന്നെ എന്താ വിളിച്ചേ? ഞാനത് ചോദിച്ചപ്പോൾ മീനു പറയാൻ മടിച്ചു. അത് പറ മീനു. അത് അവൻ എന്നെ അവളുടെ മുൻപിൽ വെച്ച് ബോഡി എന്ന് വിളിച്ചു. അവൾ അങ്ങനെ പറഞ്ഞത് കേട്ടതും എൻ്റേത് എന്തോ ഒരു വടി പോലെയായ ഒരു ഇത് തോന്നി. ഞാൻ അതിൻ്റെ മേലെ ഒന്ന് കൈവച്ചു. എന്നിട്ട് ചാറ്റ് ഒന്നുകൂടെ വായിച്ചു. അവൻ എന്നെ ബോഡി അങ്ങനെയാണ് വിളിച്ചത്. അത് വീണ്ടും വീണ്ടും വായിച്ചപ്പോൾ എനിക്ക് വീണ്ടും വല്ലാതാവുന്നു. അങ്ങനെ ഉണർന്ന് തലപൊക്കി നിൽക്കുവാണ്. മീനുവിനെ വേറൊരുത്തൻ അങ്ങനെ വിളിച്ചപ്പോൾ എനിക്കെന്താ ഇങ്ങനെ? ഇതെന്താ ഇങ്ങനെ ഉണർന്ന് ഇങ്ങനെ നിൽക്കുന്നേ? എൻ്റെ ആളെയാണ് വേറൊരുത്തൻ ഇങ്ങനെയൊക്കെ വിളിച്ചത്. എന്നിട്ട് അവനെതിരെ ദേഷ്യം തോന്നാതെ എനിക്ക് താല്പര്യം തോന്നുവാണല്ലോ. അപ്പോൾ ഞാൻ അതെടുത്ത് ഒന്നിതാക്കി. അപ്പോൾ ചെറുതായി വരുന്നുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു മീനുവിൻ്റെ ചോദ്യം. വിഷ്ണു, എന്താ നീ ഒന്നും മിണ്ടാത്തെ? എന്താ റിപ്ലൈ ആക്കാൻ ലേറ്റ് ആവുന്നേ? ഞാൻ പെട്ടെന്ന് അതെടുത്ത് അകത്തേക്കിട്ടു. എന്നിട്ട് റിപ്ലൈ അയച്ചു. അത് ഒന്നുമില്ല, നീ അതൊന്നും മെയിൻറ്റ് ചെയ്യണ്ട, വിട്ടേക്ക്. ഇനി അവർ അങ്ങനെ നിൽക്കുമ്പോൾ നീ പോകണ്ട. മീനു പെട്ടെന്ന് മീനു വീഡിയോ കോൾ ചെയ്തു. അവളുടെ വീട്ടിൽ പലപ്പോഴും ആളുകൾ ഉള്ളതുകൊണ്ട് അങ്ങനെ സംസാരിക്കാറില്ല. ചാറ്റ് ചെയ്യാറാണ് പതിവ്. ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യും. അങ്ങനെ ഞാൻ കോൾ എടുത്തു. വീഡിയോ കോളിൽ എൻ്റെ സുന്ദരി മീനു നിൽക്കുന്നു. കറുത്ത ബനിയനായിരുന്നു ഇട്ടിരുന്നത്. കണ്ണെഴുതിയിട്ടുണ്ട്. ഒപ്പം ചെറിയ കറുത്ത പൊട്ടും. ബനിയൻ കുറച്ച് താഴ്ത്തി വെച്ചിട്ടുണ്ട്. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ മീനു ഒരു നാടൻ ശാലിനി സുന്ദരിക്കുട്ടി തന്നെ. ഒതുങ്ങിയ രൂപം, കുറച്ച് വീതിയുള്ള വടിവത്ത നല്ല അത് രണ്ടും. ഇതൊക്കെ മീനുവിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കുമായിരുന്നു. അവൾ അങ്ങനെ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഒന്നുകൂടെ എനിക്ക് ഇതായി. ഞാൻ ചിരിച്ചു. അവൾക്കെന്തോ പെട്ടെന്ന് കാര്യം മനസ്സിലായി. അവൾ ഒരു കള്ളച്ചിരി ചിരിച്ചു. എന്താണ് മോനെ, എന്നെ കണ്ടപ്പോൾ തന്നെ ഒരു ഇത്? എന്ത്? എന്താടേ? വിഷ്ണുട്ട, സത്യം പറയടാ, എന്താ ചെയ്യുന്നേ? ആയോ നിനക്ക്? അത് കേട്ട് ഞാൻ ചിരിച്ചു പോയി. അവളും ഒരു തരം നോട്ടം ചൂല് നോക്കി. ഞാൻ വിനീതമായി മീനുവിനോട് ചോദിച്ചു, മീനൂട്ടി, ഒന്ന് അങ്ങനെ അടിച്ചോട്ടെ പ്ലീസ്, ഞാൻ കെഞ്ചി. അവൾ ഒന്ന് മോളെ. പിന്നെ ഞാൻ ഒന്നും കാട്ടില്ലാട്ടോ. നമ്മൾ
നിർത്തിയതല്ലേ എല്ലാം. വീഡിയോ കോളിലൂടെ ഒന്നും വേണ്ട കേട്ടോ. ആ പക്ഷേ നീ എൻ്റെ കണ്ടോളാം, എനിക്കതൊന്നും പ്രശ്നമില്ല, ഞാൻ പറഞ്ഞു. മീനു മൂളുക മാത്രം ചെയ്തു. അങ്ങനെ ഞാൻ ബാക്കിലെ ക്യാമറ ഓൺ ചെയ്തു. അപ്പോൾ അതെടുത്തങ്ങ് കാണിച്ചു. പിന്നെ മീനുവിൻ്റെ മുഖത്ത് നോക്കി ഞാൻ അങ്ങനെ. അപ്പോൾ ചെറുതായി മീനുവും ആ ഒരു ഇതിലേക്ക് വന്നു. മീനുവും ബാക്കിലെ ക്യാമറ ഓൺ ചെയ്തു. അപ്പോൾ മീനുവിൻ്റെ കാലുകൾ കണ്ടു. അപ്പോൾ എനിക്കൊരിതായി. അപ്പോൾ ഞാൻ സൂക്ഷിച്ചു നോക്കി. ഈടെയായി മീനുവിൻ്റെ കാലുകൾക്ക് എന്തോ ഭംഗി കൂടുന്നത് പോലെ. പിന്നെ കാലിന്മേൽ കാൽ കയറ്റി വെച്ചു. പിന്നെ അങ്ങനെ എനിക്ക് നല്ല ഒരു ഉണർവ് തോന്നി. പിന്നെ മീനു മുൻപിലെ ക്യാമറ ഓൺ ചെയ്തു. വീണ്ടും മുഖം. ഞാനപ്പോൾ വേഗത കൂട്ടി. പെട്ടെന്നായിരുന്നു മീനുവിൻ്റെ അതിശയിപ്പിക്കുന്ന ആ നീക്കം, എന്നെ ബലഹീനനാക്കിയ ആ നീക്കം. മീനു അവിടേക്ക് നോക്കി. എന്നിട്ട് ഒരു പുച്ഛഭാവത്തോടെയുള്ള ചിരി ചിരിച്ചിട്ട് ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ പുച്ഛത്തോടെ ചിരിച്ചു. പിന്നെ അതങ്ങുയർത്തി. അത് രണ്ടും അങ്ങോട്ട് പുറത്തേക്കിട്ടു. അത് കണ്ടതും ഞാൻ ഞെട്ടിപ്പോയി. അതിശയത്തോടെ എൻ്റെ ദൃഷ്ടിയിൽ അത് രണ്ടും നിറഞ്ഞ് കവിഞ്ഞു നിന്നു. അതങ്ങനെ തുള്ളിത്തുളുമ്പി നിൽക്കുവാണ്. പെട്ടെന്നാണ് മനു മീനുവിനെ വിളിച്ച ആ കാര്യം എൻ്റെ ചിന്തയിലേക്ക് വീണ്ടും ഓടി വന്നത്. അവളുടെ ഒരു കെമിസ്ട്രി ഓടി. അങ്ങനെ അത് വീണ്ടും വീണ്ടും ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ കയ്യിലുള്ളത് പൊട്ടി. അത് അവിടെയും ഇവിടെയുമൊക്കെ. ഓ മീനൂട്ടി, ഞാൻ ഉറക്കെ അങ്ങനെ വിളിച്ച് വളഞ്ഞു പോയി. അപ്പോൾ മീനു പൊട്ടിച്ചിരിച്ചു. പിന്നെ പുച്ഛഭാവത്തോടെ എന്നെ കളിയാക്കുന്ന മട്ടിൽ അതൊക്കെ എടുത്ത് അകത്തേക്കിട്ടു. പിന്നെ ഒന്നും പറയാതെ കോൾ വേഗം കട്ടാക്കി. അല്ല, ഇവൾക്ക് എന്താണ് ഇങ്ങനെയൊരു ഭാവം, ആ നോട്ടം? എന്തോ. വീഡിയോ കോൾ ടൈം നോക്കിയപ്പോൾ 2 മിനിറ്റ് 4 സെക്കൻഡ്. ഇനി വേഗം പോയത് കൊണ്ടാണോ അങ്ങനെ നോക്കിയത്? അതോ എൻ്റെ പക്കലുള്ളത് ഒന്ന് ദർശിച്ചപ്പോഴേക്കും വേഗം കഴിഞ്ഞല്ലോ എന്ന ഭാവമാണോ അത്? എന്നിരുന്നാലും ആ നോട്ടം, ഭാവം, അതാണ് എന്നെ ഇപ്പോൾ ഇവിടെ ഈ അവസ്ഥയിലാക്കി മാറ്റിയത്. അതെ, ഞാൻ അങ്ങനെ തന്നെയാണ്. കഥ ഒരുപാട് മുൻപോട്ട് പോയല്ലേ, ക്ഷമിക്കണം, പതുക്കെ പോകാം. അത് കഴിഞ്ഞ് ഫോൺ നോക്കിയപ്പോൾ മീനുവിൻ്റെ മെസ്സേജ്. എങ്ങനെയുണ്ടായിരുന്നു വിഷ്ണുട്ട? പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ. മോൻ കുറേ കളഞ്ഞല്ലോ. അതെ, ഇപ്പോൾ നല്ല ഒരു സന്തോഷം തോന്നുന്നു. ഡി, നാളെ നമുക്കൊന്ന് കണ്ടാലോ? ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. അല്ല, എവിടേക്കാ പോകുക? നോക്കാം, നീ വാടി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ റോഡരികിൽ അവൾക്കായി കാത്തു നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ് ഇറങ്ങി അവൾ വരുന്നത് കണ്ടു. മുടി സൈഡിലേക്കിട്ടത് അവളെ കൂടുതൽ സുന്ദരിയാക്കി. ഒരു കടും നീല നിറത്തിലുള്ള കുർത്തിയായിരുന്നു വേഷം. പെട്ടെന്ന് മീനുവിലേക്ക് മൊത്തമായി എൻ്റെ ദൃഷ്ടി പതിഞ്ഞു. ചുവന്ന കളർ ക്യൂടെക്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാലിൽ കറുത്ത ചരടും. എന്ത് ഭംഗിയാടി നിനക്ക്, ഞാൻ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ വായും പൊളിച്ച് നോക്കി നിന്ന് എൻ്റെ അടുത്തേക്ക് അവൾ നടന്നു വന്ന് കയ്യിൽ ഒരടി വെച്ച് തന്നു. ഹായ്. ഹലോ, വാ പോകാം. അങ്ങനെ ഞങ്ങൾ ബൈക്കിലേക്ക് കയറി. എവിടേക്കാ വിഷ്ണു? നോക്കാം. നീ കഴിച്ചോ? ബസ്സിൽ നല്ല തിരക്കായിരുന്നു.
ആണോ? ഇനി എന്നാ എക്സാം? അത് ജൂലൈ കഴിയണം. ഓ വിട്, വേണ്ട. അത് ഞാൻ മീനുവിൻ്റെ കാലിൽ ഇക്കിളിയാക്കിയതായിരുന്നു. അങ്ങനെ കുറച്ച് പോയ ശേഷം ഞാൻ വണ്ടി ഒരൊഴിഞ്ഞ വീട്ടിലേക്ക് കയറ്റി. അവിടെയെങ്ങും ആരുമുണ്ടായിരുന്നില്ല. ഒരു പഴയ വീടായിരുന്നു അത്. ഇതെവിടെയാ? അവൾക്ക് കാര്യം മനസ്സിലായി. ഇങ്ങോട്ട് വാടി. അങ്ങനെ ബൈക്കിൽ നിന്നും ഇറങ്ങിയ മീനുവിൻ്റെ കൈ പിടിച്ച് വീടിൻ്റെ അടുത്തുള്ള ഒരു ഷെഡിലേക്ക് കയറി. പിന്നെ ചുമരിൽ ചേർത്ത് നിർത്തി. വിഷ്ണു, ഇത് വേണോ? മീനുവിൻ്റെ ശ്വാസഗതി കൂടിയിരുന്നു. ആ, വേണം. അപ്പോൾ മീനു കണ്ണടച്ചു നിന്നു. പിന്നെ ഞാനെല്ലാം എടുത്തു. മീനു എല്ലാം സമ്മതത്തോടെ എനിക്ക് തന്നു.